ഡിസ്കസ് ദ ഹിസ്റ്ററി ഓഫ് ക്യൂബക്. ക്യൂബക്കിൻ്റെ ചരിത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂബക് കാനഡയിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. എന്നാൽ അതിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രത്യേകതകൾ അതിനെ കാനഡയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി തീർക്കുന്നു. ക്യൂബക്കിൻ്റെ ചരിത്രം ആദിവാസി സമുദായങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഫ്രഞ്ച് ഉപനിഷത്തിലേക്കും ബ്രിട്ടീഷ് അധീനതയിലേക്കും പിന്നീട് കാനഡ ഫെഡറേഷനിലേക്കുമാണ് വികസിച്ചത്. ആദിവാസി ചരിത്രം 1534 ഫ്രഞ്ചിൽ വരുന്നതിന് മുമ്പ് ക്യൂബക് പ്രദേശം അൽഗോങ്കിൽ, ഇറോക്വയിൽ, ക്രീ പോലുള്ള പല ആദിവാസി സമുദായങ്ങളുടെ നാടായിരുന്നു. ഇവർ പരിസ്ഥിതിയുമായി ചേർന്നൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. വേട്ടയും മത്സ്യബന്ധനവും കൃഷിയും. ഫ്രഞ്ച് കോളനിവാസം. ജാക്ക് കാർട്ടൈർ. ഫ്രാൻസുകാരൻ ജാക്ക് കാർട്ടൈർ ക്യൂബക് പ്രദേശം അന്വേഷിച്ച് ഫ്രാൻസിനായി അവകാശപ്പെട്ടു. അദ്ദേഹം സെന്റ് ലോറൻസ് നദിയിലൂടെ കയറി ആദിവാസികളുമായി ബന്ധം സ്ഥാപിച്ചു. ക്യൂബക് സിറ്റിയെ സ്ഥാപിച്ച് ന്യൂ ഫ്രഞ്ച് കോളനിയുടെ തുടക്കം കുറിച്ചതും മുഖ്യമായും തോൽ വ്യാപാരമാണ് ഈ കോളനിയുടെ ആധാരം. ആരാണ്? സാമുവൽ ഡി ഷാംപ്ലെയിൻ. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. 1756 7 ഇയേഴ്സ് വാർ എന്നത് നിർണായകമായിരുന്നു. 1763 പാരീസ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ഫ്രാൻസ് ന്യൂ ഫ്രാൻസ് ബ്രിട്ടൻകാർക്ക് വിട്ടു. അതോടെ ക്യൂബക് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ക്യൂബക് ആക്ട് 1774 ഫ്രഞ്ച് കാനഡക്കാർക്ക് അവരുടെ ഭാഷ, കത്തോലിക്ക വിശ്വാസം, നാഗരിക നിയമങ്ങൾ എന്നിവ തുടരാൻ അനുവാദം നൽകി. ഇത് ഫ്രഞ്ച് ആധുനികത നിലനിർത്താൻ സഹായിച്ചു. 1791 കാനഡ വിഭജനം. അപ്പർ കാനഡ, ലോവർ കാനഡ ആയി വിഭജിച്ചു. 1837-38 കാനഡൻ പാട്രിയോട്ട് വിപ്ലവം. ഫ്രഞ്ച് കാനഡക്കാർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എഴുന്നേറ്റു. വിമതർ പരാജയപ്പെട്ടെങ്കിലും കൂടുതൽ സ്വയംഭരണത്തിൻ്റെ നിഴൽ പരത്തപ്പെട്ടു. ഫെഡറേഷൻ കാലം. 1867 കാനഡയുടെ രൂപീകരണം. ക്യൂബക് കാനഡയുടെ സ്ഥാപക പ്രവിശ്യകളിലൊന്നായി. സ്വതന്ത്ര ഭരണ സംവിധാനവും നിയമവ്യവസ്ഥയും ക്യൂബക്കിന് ലഭിച്ചു. 19-20 നൂറ്റാണ്ടുകളിൽ ക്യൂബക് വ്യാവസായികവൽക്കരിക്കപ്പെട്ടു. എന്നാൽ ഫ്രഞ്ച് ഭാഷകളിൽ സാമ്പത്തികമായ പിരിച്ചുവിടൽ ഉണ്ടായി. കാനഡൻ ചരിത്രത്തിലെ നിർണായക ഘട്ടം. ക്വിറ്റ് റിവല്യൂഷൻ. 1960 കത്തോലിക്ക സഭയുടെ നിയന്ത്രണം കുറയുകയും വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല മുതലായവ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഫ്രഞ്ച് ക്യൂബക്കിനെ തിരിച്ചറിയാൻ ശക്തമായി ഉയർന്നു. സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും ഭാഷാനയവും. റഫറൻഡംസ്. 1980 സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി 60% ജനങ്ങൾ വോട്ടയച്ചു. 1995 49.4% വോട്ട്. പക്ഷേ 50.6% വിരുദ്ധമായി. അതിവിശേഷമായ മത്സരം. ഭാഷാ നിയമ ബിൽ. 1977 ബിൽ 101 ഫ്രഞ്ച് ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു. ക്യൂബക്കിൻ്റെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാൻ ശ്രമം. ഫ്രഞ്ച് ഭാഷയും സംസ്കാരവുമാണ് ക്യൂബക്കിൻ്റെതെന്ന് ആര് വിളിച്ചു പറഞ്ഞു? സ്വാതന്ത്ര്യ ആഗ്രഹം കുറച്ചു പോയെങ്കിലും കാനഡയിൽ കൂടുതൽ സാംസ്കാരിക സംരക്ഷണം ആവശ്യപ്പെടുന്നു. ക്യൂബക്കിൻ്റെ നിയമവ്യവസ്ഥ, നീതി നിരീക്ഷണങ്ങൾ, നയം മുതലായവ കാനഡയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. ചുരുക്കമായി പറയുകയാണെങ്കിൽ ആദിവാസി കാലം. പല ഭാഷാ സമൂഹങ്ങളായി ക്യൂബക്കിൽ താമസിച്ചിരുന്നു. അങ്ങനെ ഫ്രഞ്ച് കോളനി. 1608 മുതൽ ഫ്രഞ്ച് ഭരണവും കത്തോലിക്ക മതബോധമുള്ള സ്ഥിതിവിവരക്കണക്കുകൾ 1608 മുതലാണ്. നെക്സ്റ്റ് ബ്രിട്ടീഷ് അധിനിവേശം. 1763 ഫ്രാൻസ് ക്യൂബക് ബ്രിട്ടനെ ഏൽപ്പിച്ചു. ഫെഡറേഷൻ. 1867 കാനഡ രൂപം കൊണ്ടു. മതവിമുക്തതയും ദേശീയതയും ഉയർന്ന കാലഘട്ടം. ഫ്രഞ്ച് ഭാഷയുടെയും ഔദ്യോഗികതയും നേതൃത്വവും ആവശ്യം നടന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററി ഓഫ് ക്യൂബക് എന്ന് പറയാൻ പറ്റുന്നത്.